بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, തഹജ്ജുദ് നിസ്കാരം ഹുവ അത്തനഫുലു ലൈലൻ ബഅദ ഫഅലിൽ ഇശാഇ. ഇശാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം രാത്രിയിൽ ചെയ്യുന്ന ഒരു സുന്നത്തായ ഇബാദത്താണ് തഹജ്ജുദ്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വബഅദൻ നൗമി, ഒന്ന് ഉറങ്ങണം, ഉറങ്ങി എഴുന്നേൽക്കണം എന്നാണ് തഹജ്ജുദിൻ്റെ പ്രത്യേകത. ഇശാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം ഏത് ടൈമായാലും കുഴപ്പമില്ല. വലാ ഹദ്ദ ലി അദദി റകഅതിഹി, അതിൻ്റെ റകഅത്തുകളുടെ എണ്ണങ്ങൾക്ക് ഹദ്ദില്ല, ലിമിറ്റില്ല, എത്രയും ആവാം. മറ്റുള്ള നിസ്കാരങ്ങൾക്കൊക്കെ 2, 4, 8, 12 എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിനങ്ങനെ ഒരു എന്തില്ല, റകഅത്തുകളുടെ എണ്ണം എത്രയും ആവാം. വറദ ഫീ ഫളിഹി അഹാദീസു കസീറ, ഇതിൻ്റെ ശ്രേഷ്ഠതയിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. വകുരിഹ ലിമുഅ്തദിഹി തർക്കുഹു ബിലാ ളറൂറ, കാരണങ്ങളൊന്നുമില്ലാതെ അത് പതിവാക്കുന്ന ആൾക്ക് അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താണ്. എന്നും നിസ്കരിക്കുന്ന ആൾക്ക് അതിനെ ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ്, കാരണങ്ങളൊന്നുമില്ലാതെ. വഖിയാമു കുല്ലിൽ ലൈലി ദായിമൻ, എല്ലാ രാത്രിയിലും നിത്യമായി ഖിയാമുൽ ലൈൽ, എല്ലാ രാത്രിയിലും പതിവായി നിസ്കരിക്കുക എന്നതും അതും എന്താണ്, കറാഹത്താണ്. വഖിയാമു മുദിറുൻ, ശരീരത്തിന് പ്രയാസകരമാകുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ ആണെങ്കിൽ വലൗ ബഅദൽ ലൈലി, രാത്രിയുടെ അല്പമായാലും അപ്പോഴും നിസ്കരിക്കുക എന്നുള്ള കറാഹത്താണ്. ആ ശരീരത്തിനെ വല്ലാതെ വിഷമിക്കുന്ന നേരമാണ്, ബുദ്ധിമുട്ടുള്ള നേരമാണെങ്കിൽ അപ്പോഴും ഒരു തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് അതും കറാഹത്താണ്. കറാഹത്താക്കാനുള്ള കാരണം ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞ്, നിക്കാഹിന് പോയപ്പോൾ, വലിയൊരു പണ്ഡിതനാണ്, VS ഉസ്താദ് തന്നെ പറഞ്ഞത്, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദെ, നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ 2 കല്ലുണ്ട് അത്രേ. ആ 2 കല്ലുകൾ അതിങ്ങനെ അതിൻ്റെ ബാലൻസ്, അതിൻ്റെ സ്ഥാനം അതിങ്ങനെ തെറ്റിപ്പോകുന്നതാണ് എൻ്റെ രോഗം. അത് കോഴിക്കോട് ഭാഗത്തുള്ള സ്പെഷ്യൽ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതാണ്. അതങ്ങ് ചെറുതായിട്ട് അതിൻ്റെ സ്ഥാനത്തിൽ നിന്ന് തെറ്റിയപ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് അങ്ങ് തെറ്റിപ്പോവുകയാണ്, അങ്ങനെയാണ് വീണത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയിലും തഹജ്ജുദ് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നത് മതം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോഴും നിസ്കരിക്കേണ്ടതാണ്. അപ്പോൾ ആരോഗ്യമാണ് പ്രധാനം. അല്ലാഹു തആല ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ തഹജ്ജുദിൻ്റെ പോരിശയെക്കുറിച്ച് അറിയിക്കുന്ന ഒരുപാട് ഹദീസുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒറ്റ ഹദീസ് ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരത്തിന്റെ പോരിശയെ സംബന്ധിച്ച് പറയാണ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുസ് സിയാം, നോമ്പിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞതിന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലുള്ള നോമ്പാണ്. അത് അവിടെ അങ്ങനെ ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ്. നമ്മളെ വിഷയം തഹജ്ജുദാണ്. വ അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, സുബ്ഹി മുതൽ ഇശാ വരെയുള്ള 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരമാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ നോക്കാൻ നിങ്ങൾ, 5 നേരത്തെ ഫർള് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം തഹജ്ജുദാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെയും ആളുകളായി മാറാൻ ശ്രമിക്കണം മരിച്ചതിന് മുമ്പ്.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിച്ചതിന്റെ മുമ്പ് എന്ന് പറയാൻ കാരണം, ഇന്ന് മരിച്ചാണെങ്കിൽ ഇനി തഹജ്ജുദ് കിട്ടൂല. നാളെ മരിച്ചാണെങ്കിൽ ഇന്നത്തെ രാത്രിയും കൂടി നമുക്ക് തഹജ്ജുദ് കിട്ടും. സമയം നമ്മൾ പറഞ്ഞു ഇശാഇന്റെ ശേഷമാണ്. ഉറങ്ങണം എന്നത് ഷർത്താ. ഉറങ്ങിയിട്ട് എഴുന്നേൽക്കണം. റക്അത്തുകളുടെ എണ്ണം ലിമിറ്റില്ല, എത്രയും ആവാം. ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. നല്ലൊരു ടൈമാ. മഹാന്മാരൊന്നും ആ സമയത്ത് ഉറങ്ങാറില്ല. സൂഫിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുഴുവൻ പ്രവാചകന്മാരും. ഖുർആനിന്റെ ഓരോ പേജുകളെടുത്ത് അതിന്റെ വിഷയങ്ങൾ ഈ കിതാബിൽ തന്നെ പറയുന്നുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പോരിശ, ഒരുപാട് സൂറത്തുകൾ. ഒരു സൂറത്ത് ആലി ഇമ്രാനിന്റെ 113 മുതൽ 115 ആയത്ത് വരെ തഹജ്ജുദിന്റെ പോരിശയാണ്. സൂറത്ത് ഇസ്രാഇന്റെ 79 ആയത്ത് തഹജ്ജുദിന്റെ പോരിശയാണ്. സൂറത്ത് ഫുർഖാനിന്റെ 63 മുതൽ 76 വരെയുള്ള ആയത്ത് തഹജ്ജുദിന്റെ പോരിശയാണ്. സൂറത്ത് സജദയുടെ 16 മുതൽ 17 വരെയുള്ള ആയത്ത് തഹജ്ജുദിനെ പറ്റിയിട്ടാണ്. സൂറത്ത് സുമറിന്റെ 9 ആയത്ത് തഹജ്ജുദിനെ പറ്റിയിട്ടാണ്. സൂറത്തു ദാരിയാത്തിന്റെ 19 വരെയുള്ള ആയത്ത്, 9 മുതൽ 19 വരെയുള്ള ആയത്ത് ഇതിനെ പറ്റിയിട്ടാണ്, തഹജ്ജുദിനെ പറ്റിയിട്ടാണ്. നമ്മൾ നിസ്കരിച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഒരുപാട് സുജൂദുകൾ ചെയ്യുന്ന നെറ്റി നമുക്ക് അള്ളാഹു നൽകട്ടെ. വെറും ഫർള് നിസ്കാരത്തിൽ ഒതുക്കാതെ ധാരാളം സുന്നത്തുകൾ നിസ്കരിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ സുജൂദ് ചെയ്തിട്ടും റുക്കൂ ചെയ്തിട്ടും ഇഅ്തിദാൽ ചെയ്തിട്ടും വുളൂ ചെയ്തിട്ടും സകലമാന തെറ്റുകുറ്റങ്ങൾ ഒഴുകി അങ്ങോട്ട് പോവണം. എന്നിട്ട് പൊതിഞ്ഞു പോയാൽ നല്ല മട്ടുണ്ടാവും കഫംപുടയിൽ. ആ കഫംപുടന്റെ ഉള്ളിൽ കിടക്കുന്ന ബോഡിയെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അള്ളാഹ് ബാക്കിയൊക്കെ പടച്ചോനേക്കോളും. എന്നാലും ഇബാദത്ത് ചെയ്യേണ്ട പ്രകാരം ഇബാദത്ത് ചെയ്തങ്ങോട്ട് പോവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അൽ കഹ്ഫ് സൂറത്ത് ഓതണം. തഹജ്ജുദ് നിസ്കാരത്തിന്റെ മറ്റൊരു പോരിശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വലിയ മാറാരോഗങ്ങൾ, ശരീരത്തിന് വരുന്ന വലിയ അസുഖങ്ങളെ തടുത്തു നിർത്താൻ സഹായിക്കും എത്ര തഹജ്ജുദ് നിസ്കാരം. ബഹുമാനപ്പെട്ട ഇമാം തിർമുദി റളിയല്ലാഹു അൻഹു ബിലാലിൻ വത്തബറാനി ബി ഇസ്നാദിഹി അൻ സൽമാൻ കിലാഹുമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരം നിങ്ങളുടെ മേൽ അനിവാര്യമാണ്, നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളായ ആളുകളുടെ പതിവായ നിസ്കാരമാണ്. അവിടെ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, ജനങ്ങളെ കൂട്ടത്തിൽ ഒരു പ്രത്യേക കാറ്റഗറിയാണത് സ്വാലിഹീങ്ങൾ. നമ്മൾ ദ്വാരക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. എന്നാൽ ഈ സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്യുന്ന ഒരു സുഹൃതമാണ് തഹജ്ജുദ് നിസ്കാരം. അത് അവർ പതിവാക്കുന്നവരാണ്. വമഖറബത്തുൻ ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് നിങ്ങളെ അത് വല്ലാണ്ട് അടുപ്പിക്കുന്ന കാര്യമാണ്. പടച്ചോനിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ തഹജ്ജുദ് നിസ്കാരം. അതുപോലെ തന്നെ മഗ്ഫിറത്തുൽ ലിസ്സയ്യിആത്ത്, നാം ചെയ്തു പോയ അരുതായ്മകളെ അത് മായ്ച്ചു കളയും, കുറിപ്പിച്ചു കളയും. വമത്റദത്തുൽ ലിദ്ദാഇ അനിൽ ജസദ്, അതാണ് ജസദ് എന്ന ശരീരം. ശരീരത്തിന് വരുന്ന വലിയ അസുഖങ്ങൾ അതിനെ അത് തടഞ്ഞ് ബ്ലോക്ക് ചെയ്ത് നിർത്തും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ വലിയ രോഗങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന നല്ലൊരു സുഹൃതമാണ് തഹജ്ജുദ് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.